നമസ്കാരം. സീൽ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇരണ്ടാവ് കള്ളുഷാപ്പിന് സമീപം വാഹനാപകടം. സ്വകാര്യ ബസും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികരായ 3 പേർ മരിച്ചു. മരിച്ചത് മടക്കര സ്വദേശികൾ. സംസ്ഥാനത്ത് കുട്ടി പോലീസ് ഇറങ്ങിയിട്ട് 4 വർഷം. പ്രൌഢഗംഭീരമായ ചടങ്ങിൽ കണ്ണൂരിൽ വാർഷികാഘോഷം. സാമൂഹിക നീതി വകുപ്പ് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുമായി സഹകരിച്ച് വി കെയർ സന്നദ്ധ ഗ്രൂപ്പ് രൂപീകരിക്കുമെന്ന് മന്ത്രി എം.കെ. മുനീർ. 35ാമത് ദേശീയ ഗെയിംസിലെ ഗുസ്തി ബാസ്കറ്റ്ബോൾ മത്സരങ്ങൾ നടക്കുന്ന മുണ്ടിയാട് ഇൻഡോർ സ്റ്റേഡിയം ഉദ്ഘാടനം സെപ്റ്റംബർ 30-ന്. കണ്ണൂരിലെ മത്സരങ്ങൾ വർണ്ണാഭമാക്കാൻ എല്ലാവരും സഹകരിക്കണമെന്ന് മന്ത്രി കെ.പി. മോഹനൻ. മുസ്ലിം ലീഗ് ഭരിക്കുന്ന മാടായി പഞ്ചായത്തിനെതിരെ യൂത്ത് ലീഗ് സമരം. പഴയങ്ങാടി ചൈനാക്കളെ പ്രശ്നത്തിൽ പരിഹാരം കാണാത്ത പഞ്ചായത്ത് നിലപാടിൽ പ്രതിഷേധിച്ച് മുസ്ലിം യൂത്ത് ലീഗ് നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച്. ചെറുപുഴക്കടുത്ത് മഞ്ഞക്കാട് തനിച്ച് താമസിക്കുന്ന വീട്ടമ്മയെ കെട്ടിയിട്ട് സ്വർണവും പണവും കവർന്ന സംഭവം. 5-അംഗ സംഘം പിടിയിൽ. കൊളച്ചേരി ഗ്രാമപഞ്ചായത്ത് ഇനി വികലാംഗ സൌഹൃദ പഞ്ചായത്ത്. പഞ്ചായത്ത് ജില്ലയ്ക്ക് മാതൃക. വാർത്തകൾ വിശദമായി. ഇരണാവ് കള്ളുഷാപ്പിന് സമീപം വാഹനാപകടം. ബസും ബൈക്കും കൂട്ടിയിടിച്ച് 3 പേർ മരിച്ചു. മടക്കര സ്വദേശികളാണ് മരിച്ചത്. വൈകിട്ട് 6:15ഓടെയായിരുന്നു അപകടം. കണ്ണൂരിൽ നിന്നും പഴയങ്ങാടി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ലൈൻ ബസും എതിരെ വരികയായിരുന്ന യമഹ ബൈക്കുമാണ് കൂട്ടിയിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ ബൈക്ക് പൂർണ്ണമായും തകർന്നു. ബൈക്ക് യാത്രികരായ മടക്കര സ്വദേശികളായ റഷീൽ ഖാൻ, സഹസ് അബ്ദുൽ ഖാദർ, കെ ഷക്കീർ എന്നിവരാണ് മരണപ്പെട്ടത്. ഇവരെ കൊയിലി ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. ബസ്സിലുള്ളവർക്കും പരിക്കേറ്റിട്ടുണ്ട്. പോലീസ് സ്ഥലത്തെത്തി. അപകടത്തെ തുടർന്ന് ഏറെ നേരം ഗതാഗത തടസ്സവുമുണ്ടായി. ന്യൂസ് ബ്യൂറോ, പാപ്പിനിശ്ശേരി. സാമൂഹ്യനീതി വകുപ്പ് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുമായി സഹകരിച്ച് വി കെയർ എന്ന പേരിൽ സന്നദ്ധ ഗ്രൂപ്പ് രൂപീകരിക്കുമെന്ന് മന്ത്രി എം.കെ. മുനീർ. സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിന്റെ 4ാം വാർഷികാഘോഷം കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. രാജ്യത്തിനു തന്നെ മാതൃകയായി സ്റ്റുഡൻസ് പോലീസ് സംവിധാനം രൂപാന്തരപ്പെട്ടു കഴിഞ്ഞു. പൌരബോധവും സമത്വവും ഉണ്ടാക്കാൻ ശ്രമിക്കുകയും നിയമത്തെ അനുസരിക്കാൻ പഠിപ്പിക്കുകയും ചെയ്യുന്ന SPC സംവിധാനം അഭിമാനകരമാണ്. നാളെയുടെയല്ല, ഇന്നിന്റെ തന്നെ പൌരന്മാരായി സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾ മാറിക്കഴിഞ്ഞെന്നും മന്ത്രി എം.കെ. മുനീർ പറഞ്ഞു. സമത്വം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന, അതുപോലെ കുറ്റകൃത്യങ്ങളിൽ നിന്നും വിദ്യാർത്ഥി സമൂഹത്തെ മാറ്റി നിർത്താൻ സഹായിക്കുന്ന, എല്ലാ അർത്ഥത്തിലും അച്ചടക്കമുള്ള ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കുന്നതിന് SPC കാരണമായി എന്ന് ഞാൻ അഭിമാനത്തോടുകൂടി പറയും. ആളുകളുടെ പൗരന്മാർ അങ്ങനെ പറയാനുള്ള കാരണം അതൊരു സ്വാർത്ഥതയാണ്. ഇന്നിന്റെ പൗരന്മാർ ഞങ്ങളാണ് എന്നുള്ള ഒരു സ്വാർത്ഥതയാണ്. പക്ഷേ ഇന്നിന്റെ പൗരന്മാർ തന്നെയാണ് ഞങ്ങൾ എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ SPCയിലൂടെ നിങ്ങൾക്ക് സാധിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ അഭിനന്ദിച്ചുകൊണ്ട് പറയാനാണ്. യുവത്വം എന്ന് പറയും, സ്ത്രീത്വം എന്ന് പറയും, പുരുഷത്വം എന്ന് പറയും. പക്ഷേ വിദ്യാർത്ഥിത്വം എന്ന് നമ്മൾ പറയാറില്ല. പക്ഷേ SPC പുതിയ ഒരു പദാവലിയിലേക്ക് ഒരു പദം കൂടി കൊണ്ടുവന്നിരിക്കുന്നു. വിദ്യാർത്ഥിത്വം എന്ന് പറയുന്ന പദം. അതിലൂടെ വിദ്യാർത്ഥികൾക്കും ഒരു വ്യക്തി സ്വാതന്ത്ര്യമുണ്ടെന്നും അവർക്കും ഒരു അസ്തിത്വമുണ്ടെന്നും നിങ്ങൾ തെളിയിച്ചു. വിദ്യാർത്ഥികൾക്കും വ്യക്തി സ്വാതന്ത്ര്യമുണ്ടെന്നും അവർക്കും അസ്തിത്വമുണ്ടെന്നും SPCയിലൂടെ തെളിയിക്കപ്പെട്ടിരിക്കുകയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സംസ്ഥാന സർക്കാരിന്റെ സാമൂഹ്യക്ഷേമ വകുപ്പ് നടപ്പിലാക്കുന്ന വി കെയർ പദ്ധതിയിൽ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളെ ഉൾപ്പെടുത്തുമെന്നും ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് 1 കോടി രൂപ അനുവദിക്കുമെന്നും മന്ത്രി പ്രഖ്യാപിച്ചു. കൃഷിവകുപ്പ് മന്ത്രി കെ.പി. മോഹനൻ അധ്യക്ഷത വഹിച്ചു. P.K. ശ്രീമതി MP, കലക്ടർ P. ബാലകിരൺ, SP P.N. ഉണ്ണിരാജൻ, അസിസ്റ്റന്റ് കലക്ടർ ഹരിത വി. കുമാർ, AP അബ്ദുള്ളക്കുട്ടി MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ K.A. സർല തുടങ്ങിയവർ സംസാരിച്ചു. രാവിലെ നടന്ന പരേഡിൽ 16 സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് പ്ലാറ്റൂണുകൾ അണിനിരന്നു. മന്ത്രി കെ.പി. മോഹനൻ പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. കേരളത്തിന്റെയും ജില്ലയുടെയും അഭിമാനമായ മുണ്ടിയാട് ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം സെപ്റ്റംബർ 30-ന് നടക്കും.
സ്റ്റേഡിയം നിർമ്മാണം വിലയിരുത്താനെത്തിയ ശേഷം മന്ത്രി KP മോഹനനാണ് ഇക്കാര്യം അറിയിച്ചത്. ദേശീയ ഗെയിംസിലെ ഗുസ്തി ബാസ്കറ്റ്ബോൾ മത്സരങ്ങളാണ് ഇവിടെ നടക്കുക. 2015 ഫെബ്രുവരി 1 മുതൽ 13 വരെയാണ് ദേശീയ ഗെയിംസ് മത്സരങ്ങൾ കണ്ണൂരിൽ നടക്കുക. സ്റ്റേഡിയം നിർമ്മാണം വിലയിരുത്താൻ മന്ത്രി KP മോഹനൻ, PK ശ്രീമതി MP, ചീഫ് പ്രോജക്ട് ഓഫീസർ ജേക്കബ് പുന്നൂസ്, കലക്ടർ P ബാലകിരൺ, AP അബ്ദുള്ളക്കുട്ടി MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ KA സരള, അസിസ്റ്റന്റ് കലക്ടർ ഹരിത V കുമാർ തുടങ്ങിയവർ ശനിയാഴ്ച രാവിലെ സ്റ്റേഡിയത്തിലെത്തി. തുടർന്ന് നടന്ന വാർത്താ സമ്മേളനത്തിലാണ് സ്റ്റേഡിയം സെപ്റ്റംബർ 30-ന് ഉദ്ഘാടനം ചെയ്യുമെന്ന് മന്ത്രി KP മോഹനൻ പറഞ്ഞത്. തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയുള്ള വിവിധ ദേശീയ ഗെയിംസിന്റെ സ്ഥലങ്ങളൊക്കെ തന്നെ ഇന്ന് ഇതേപോലെ തന്നെ പുനരുദ്ധാരണം നടത്തി സ്റ്റേഡിയങ്ങളൊക്കെ തന്നെ എല്ലാ അർത്ഥത്തിലും കായിക മത്സരങ്ങൾക്ക് യോഗ്യമാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണൂരിൽ ബാസ്കറ്റ്ബോളും റെസ്ലിംഗുമാണ് ഇവിടെ നടക്കുന്നത്. അതിനുള്ള ഇൻഡോർ സ്റ്റേഡിയമാണ് ഇവിടെ ഈ മുണ്ടിയാട് ഇവിടെ പണിതിട്ടുള്ളത്. ഇതിൻ്റെ പൂർത്തീകരണം സെപ്റ്റംബർ മാസം അവസാനത്തോടുകൂടി പൂർത്തീകരിക്കുകയും ഈ സ്റ്റേഡിയത്തിൻ്റെ ഉദ്ഘാടനവും നിർവഹിക്കപ്പെടാൻ പോവുകയാണ്. ഇത് എല്ലാ അർത്ഥത്തിലും അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു ബാസ്കറ്റ്ബോൾ റെസ്ലിംഗ് സ്റ്റേഡിയമായിട്ടാണ് ഇതിനെ കാണുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ഇൻഡോർ സ്റ്റേഡിയമാണ് കണ്ണൂരിൽ ഒരുങ്ങുന്നതെന്ന് ചീഫ് പ്രൊജക്ട് ഓഫീസർ ജേക്കബ് പുന്നൂസ് പറഞ്ഞു. 65 മീറ്ററാണ് വീതി. അത്രയും വീതിയിലുള്ള ഒരു സിംഗിൾ ബിൽഡിംഗ് കേരളത്തിൽ വേറെയില്ല. ഈ അൺസപ്പോർട്ടഡ് ബീമുള്ള 65 മീറ്റർ വീതിയുള്ള ഒരു അൺസപ്പോർട്ടഡ് സ്ട്രക്ചർ കേരളത്തിൽ വേറെയില്ല. ഇത് കേരളത്തിലെ ഏറ്റവും വലിയ ഇൻഡോർ സ്റ്റേഡിയമാണ്. 16 ഏക്കറിൽ 28 കോടി രൂപ ചെലവഴിച്ചാണ് സ്റ്റേഡിയം നിർമ്മിക്കുന്നത്. 3000 പേർക്ക് ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഇരിക്കാം. കേരളത്തിൽ 7 സ്ഥലങ്ങളിലായി നടക്കുന്ന ദേശീയ ഗെയിംസിൽ കണ്ണൂരിലെ മത്സരങ്ങൾ വർണ്ണാഭമായി നടത്താൻ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അത്യാവശ്യമാണെന്ന് മന്ത്രി KP മോഹനൻ പിന്നീട് കണ്ണൂരിൽ നടന്ന അവലോകന യോഗത്തിനു ശേഷം പറഞ്ഞു. ഏറ്റവും കളർഫുൾ ആക്കണം. മറ്റ് ഒരു വേദിയിലും നടക്കാത്ത, ഇവിടെ കേരളത്തിൽ 7 സ്ഥലങ്ങളിൽ നടക്കുന്നതിനേക്കാൾ ഗംഭീരമായിട്ട്, 6 സ്ഥലങ്ങളിൽ നടക്കുന്നതിനേക്കാളും ഗംഭീരമായിട്ട് ഈ കണ്ണൂരിൽ നടത്തുന്നത്. കാരണം ഒരു സ്പോർട്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം എന്ന നിലയിൽ തന്നെ നമ്മൾ ഈ കണ്ണൂരിനെ കാണണം. എന്തായാലും അത് വാശിയോടുകൂടി എടുത്തുകൊണ്ട് എങ്ങനെ കളർഫുൾ ആക്കണം, എങ്ങനെ അതിന്റെ മറ്റ് പ്രവർത്തനങ്ങളൊക്കെ തന്നെ മുൻകൂട്ടി 182 ദിവസമാണ് നമുക്കിനി ബാക്കിയുള്ളത്. അതിന്റെ ഇടയ്ക്ക് നടത്താവുന്ന, അതിന് മുമ്പേ തന്നെ അതിന്റെ പ്രചരണങ്ങളും അതുപോലെ തന്നെ വാർഷികയും അതൊക്കെ തന്നെ അതിന്റെ മുന്നോടിയുള്ള ഒക്കെ തന്നെയുള്ള കാര്യങ്ങൾ ചോദിക്കൊണ്ട് ഓരോ ഈ കണ്ണൂർ ജില്ലയിലെ ഓരോ പഞ്ചായത്തിലും നമുക്ക് ഇത് വ്യാപിപ്പിച്ചുകൊണ്ട് ഇതിന്റെ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കണം. പണി പൂർത്തിയായിട്ടും ഇൻഡോർ സ്റ്റേഡിയത്തിന് വൈദ്യുതി കണക്ഷൻ നൽകാൻ പഞ്ചായത്ത് തയ്യാറായില്ലെന്നും വിഷയത്തിൽ കലക്ടർ ഉൾപ്പെടെയുള്ളവർ ഇടപെടണമെന്നും ജേക്കബ് പുന്നൂസ് പറഞ്ഞു. ഗെയിംസിന്റെ ഭാഗമായി നഗരത്തിന്റെയും ഇൻഡോർ സ്റ്റേഡിയം പരിസരത്തിന്റെയും സൌന്ദര്യവൽക്കരണത്തിന് നടപടികൾ സ്വീകരിക്കാൻ അവലോകന യോഗത്തിൽ തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, മുണ്ടേരി. പഴയങ്ങാടി ചൈനാക്ലേ കമ്പനി പ്രശ്നത്തിൽ പരിഹാരം കാണാത്ത മാടായി പഞ്ചായത്ത് നിലപാടിൽ പ്രതിഷേധിച്ച് മുസ്ലിം യൂത്ത് ലീഗ് നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കമ്പനി പ്രശ്നത്തിൽ ബോർഡ് തീരുമാനങ്ങൾ പോലും നടപ്പിലാക്കാതെ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന നയത്തിൽ പ്രതിഷേധിച്ചാണ് മുസ്ലിം ലീഗ് ഭരിക്കുന്ന മാടായി പഞ്ചായത്തിനെതിരെ യൂത്ത് ലീഗ് സമരവുമായി രംഗത്തെത്തിയത്. ചൈനാക്ലേ പ്രശ്നത്തിൽ മാടായി പഞ്ചായത്ത് കാണിക്കുന്ന അനാസ്ഥയ്ക്കെതിരെയാണ് മുട്ടം മേഖല മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ മാർച്ച് നടത്തിയത്. വർഷങ്ങളായി ചൈനാക്ലേ കമ്പനിയുടെ മലിനജലം മുട്ടം കാവിലെ വളപ്പ് തോട് വഴി ഒഴുക്കിവിടുകയാണ്. ഇതുമൂലം അർബുദം ഉൾപ്പെടെയുള്ള മാരക രോഗങ്ങൾക്ക് അടിമകളായി തീരുകയാണ് പ്രദേശവാസികൾ. പ്രദേശത്തെ കുടിവെള്ള സ്രോതസ്സുകൾ പൂർണ്ണമായും മലിനമായിരിക്കുകയാണ്. പ്രദേശത്തെ ജനജീവിതം ദുരിതപൂർണമാക്കുകയാണ് ഈ കമ്പനി. ഇതിൽ പ്രതിഷേധിച്ച് വർഷങ്ങളായി ജനങ്ങൾ സമരവുമായി രംഗത്തുണ്ട്. പഞ്ചായത്ത് ഒത്താശയിലൂടെ തോടിലൂടെ മലിനജലം ഒഴുക്കിവിടുന്നതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഭരണസമിതിക്കാണ്. കമ്പനി അടച്ചുപൂട്ടുമെന്ന പ്രമേയം പാസാക്കുകയും അത് ഗവൺമെന്റിലേക്ക് അയക്കാതെ പൂഴ്ത്തിവെക്കുകയും ചെയ്തു. സർവകക്ഷി തീരുമാനങ്ങൾ പോലും കാറ്റിൽ പറത്തി പഞ്ചായത്ത് സ്വന്തം ഇഷ്ടപ്രകാരം കമ്പനിക്ക് അനുകൂലമായ റിപ്പോർട്ട് ഗവൺമെന്റിൽ സമർപ്പിച്ചു. തുടങ്ങി ജനദ്രോഹ നടപടിയാണ് പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായതെന്നും സമരക്കാർ ആരോപിച്ചു. തിരഞ്ഞെടുപ്പിന് മുൻപ് പഴയങ്ങാടിയിലെ ഒരു പൊതുപരിപാടിയിൽ വെച്ച് വ്യവസായ മന്ത്രി കമ്പനിക്കെതിരെ നടപടിയെടുക്കുമെന്നും ജനങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം കാണുമെന്നും അറിയിച്ചിരുന്നുവെങ്കിലും മന്ത്രിയുടെ വാക്കുപോലും സർക്കാർ ലംഘിക്കുകയാണ് ഉണ്ടായത് എന്നും സമരക്കാർ പറഞ്ഞു.
മുസ്ലിം ലീഗ് മുട്ടം മേഖലാ പ്രസിഡന്റ് VP മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു. TT മഹ്റൂഫ്, സാജിർ മുട്ടം, മുഹമ്മദ് അസ്ലം, KV ഇബ്രാഹിം, P ഹമീദ്, SM കുഞ്ഞി തുടങ്ങിയവർ സംസാരിച്ചു. സമരത്തിൽ പങ്കെടുക്കുന്നവർക്കെതിരെ കള്ളക്കേസ് ഉണ്ടാക്കുന്ന പഴയങ്ങാടി പോലീസിന്റെ നടപടിയിലും ശക്തമായ പ്രതിഷേധം സമരക്കാർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. തന്റെ പുതിയ പുസ്തകത്തെക്കുറിച്ചുള്ള പ്രചാരണങ്ങളും ആരോപണങ്ങളും പുസ്തകം വായിച്ചതിന് ശേഷം നടത്തണമെന്ന് AP അബ്ദുള്ളക്കുട്ടി MLA പറഞ്ഞു. മറക്കാനാവാത്ത മക്കാവ് യാത്ര എന്ന പുസ്തകത്തിലെ അബ്ദുള്ളക്കുട്ടിയുടെ ലൈംഗിക പരാമർശങ്ങൾ വിവാദമായതിനെക്കുറിച്ച് കണ്ണൂരിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. 9-ാം തീയതിയാണ് പ്രകാശനം ചെയ്യുന്നത്. കോഴിക്കോട്ട് വെച്ച് സന്തോഷ് ജോർജ് കുളങ്ങര. അപ്പം പുസ്തകം നിങ്ങൾക്ക് കിട്ടും. അത് വായിച്ചിട്ട് വിമർശിക്കണം, അത് വായിച്ചിട്ട് വിലയിരുത്തണം, വ്യാഖ്യാനിക്കണം എന്നാണ് വളരെ വിനയത്തിലുള്ള അഭ്യർത്ഥന. ഇതെൻ്റെ 4ാമത്തെ പുസ്തകമാണ്. എനിക്ക് പറയാനുള്ളതെല്ലാം ആ പുസ്തകത്തിലുണ്ട്. പുസ്തകം വായിച്ചിട്ട് വിമർശിക്കാനും വിലയിരുത്താനും വ്യാഖ്യാനിക്കാനും നല്ലത് പറയാനും കുറ്റം പറയാനും എല്ലാം വായനക്കാർക്ക് അവകാശമുണ്ട്. അത് വായനക്കാർക്ക് വിട്ടു നൽകിയാണ്. വിദ്യാഭ്യാസ മേഖലയിൽ ഗുരുതരമായ സ്ഥിതിവിശേഷം ഉളവാക്കുന്ന സർക്കാർ നയങ്ങൾ തിരുത്തിക്കാൻ അതിശക്തമായ പ്രക്ഷോഭങ്ങൾക്കൊരുങ്ങുകയാണ് KSTA. ആഗസ്റ്റ് 5-ന് 10 മണി മുതൽ 5 മണി വരെ കണ്ണൂർ സ്റ്റേഡിയം കോർണറിൽ KSTA ജില്ലാ നേതാക്കൾ ഉപവാസം നടത്തും. സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി മേഖല തകർക്കുന്ന നയങ്ങളാണ് സർക്കാർ സ്വീകരിക്കുന്നത്. ശാസ്ത്രീയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ പുതിയ വിദ്യാലയങ്ങളും ബാച്ചുകളും അനുവദിക്കുന്നതിന് പകരം സാമുദായികവും രാഷ്ട്രീയവുമായ പരിഗണനകളും കോഴപ്പണത്തിന്റെ വലിപ്പവുമാണ് പുതിയ വിദ്യാലയങ്ങളും ബാച്ചുകളും അനുവദിച്ചതിന് പിന്നിലുള്ളത്. സംസ്ഥാനത്ത് 700 +2 ബാച്ചുകളാണ് പുതിയതായി അനുവദിച്ചത്. +2 സ്കൂളുകളിലല്ലാത്ത പഞ്ചായത്തുകളിലെ 131 ഹൈസ്കൂളുകൾ ഹയർ സെക്കൻഡറിയായി ഉയർത്തി. ഓരോ ബാച്ചുകൾ അനുവദിക്കുകയും ചെയ്തു. സർക്കാർ മേഖലയിൽ 43-ഉം എയ്ഡഡ് മേഖലയിൽ 88-ഉം സ്കൂളുകളാണ് അനുവദിച്ചത്. അതുകൂടാതെ എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ 18 സർക്കാർ സ്കൂളുകളും 77 എയ്ഡഡ് സ്കൂളുകളും പുതുതായി അനുവദിച്ചു. 1-ാം പാദവർഷ പരീക്ഷ ആഗസ്റ്റ് 25 മുതൽ നടത്താൻ തീരുമാനിച്ച ഘട്ടത്തിലും കുട്ടികൾക്ക് പഠിക്കാനാവശ്യമായ പാഠപുസ്തകങ്ങളും അധ്യാപന സഹായിയും ഇതുവരെ വിദ്യാലയങ്ങളിൽ എത്താഞ്ഞത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചത്. പാഠപുസ്തകങ്ങളുടെ അച്ചടിയും വിതരണവും കാര്യക്ഷമമാക്കാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നും കാര്യമായ ഇടപെടലുണ്ടായിട്ടില്ല. വിദ്യാഭ്യാസ മേഖലയിലെ ഇത്തരം പ്രതിലോമ നടപടികൾക്കെതിരെ ആഗസ്റ്റ് 5-ന് 10 മണി മുതൽ 5 മണി വരെ കണ്ണൂർ സ്റ്റേഡിയം കോർണറിൽ നടക്കുന്ന ഉപവാസ സമരം TV രാജേഷ് MLAയും സമാപന പൊതുയോഗം KK ശൈലജയും ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ N ബാലകൃഷ്ണൻ, C ഹരികൃഷ്ണൻ, PC ഗംഗാധരൻ, NT സുധീന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. ഭൂരഹിത കേരളം പദ്ധതിയിൽ സ്ഥലം പതിച്ചു നൽകിയതിൽ ഉണ്ടായിട്ടുള്ള ആക്ഷേപങ്ങൾക്ക് അടിയന്തര പരിഹാരം കാണണമെന്ന് ജെയിംസ് മാത്യു MLA തളിപ്പറമ്പ് താലൂക്ക് വികസന സമിതി യോഗത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ടു. റോഡുകൾ പോലും അളന്നു കൊടുത്തതായി പരാതികൾ ഉയർന്ന സാഹചര്യത്തിലാണ് അടിയന്തര പരിഹാരം കാണണമെന്ന ആവശ്യം ഉയർന്നത്. ചുഴലി കൂനം റോഡരികിലായി ഭൂമി പതിച്ചു കിട്ടിയവർക്ക് റോഡ് വികസിപ്പിക്കുമ്പോൾ സ്ഥലം നഷ്ടപ്പെടുന്ന സ്ഥിതിയും ചില സ്ഥലങ്ങളിൽ റോഡ് തന്നെ അളന്നു നൽകുകയും ചെയ്തതായി യോഗത്തിൽ പരാതികൾ ഉയർന്നു. നിലവിൽ PMGS5 ജില്ലാ പഞ്ചായത്ത് റോഡുകൾ 8 മീറ്റർ വീതിയിലായതിനാൽ 8 മീറ്റർ വീതി കൂട്ടാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ ഭൂരഹിത കേരളം പദ്ധതിയിൽ ഭൂമി പതിച്ചു നൽകിയവർക്ക് ഭൂരഹിത കേരളം 2ാം ഘട്ട ഭൂമി അനുവദിക്കുമ്പോൾ പുതിയ 3 സെന്റ് ഭൂമി നൽകുന്നതിൽ ആദ്യ പരിഗണന നൽകണമെന്ന നിർദ്ദേശമാണ് യോഗത്തിൽ ഉയർന്നുവന്നത്. നടുവിൽ ഹൈസ്കൂളിന് സമീപം 1965-ൽ നിർമ്മിച്ച വാട്ടർ അതോറിറ്റിയുടെ ഉപേക്ഷിക്കപ്പെട്ട വാട്ടർ ടാങ്ക് പൊളിച്ചുമാറ്റാത്ത വിഷയം മന്ത്രി KC ജോസഫിന്റെ പ്രതിനിധിയായി യോഗത്തിൽ പങ്കെടുത്ത PV നാരായണൻ നമ്പ്യാർ അവതരിപ്പിച്ചപ്പോൾ പൊളിച്ചുമാറ്റാൻ ആളെ കിട്ടുന്നില്ലെന്ന് വാട്ടർ അതോറിറ്റി പ്രതിനിധി പറഞ്ഞത് യോഗത്തിൽ കടുത്ത അമർഷത്തിനിടയാക്കി. 100 കണക്കിന് വിദ്യാർത്ഥികൾ ഈ ടാങ്കിന് സമീപത്തുകൂടി സഞ്ചരിക്കുന്നതിനാൽ പ്രശ്നം അടിയന്തരമായി പരിഹരിക്കണമെന്ന് യോഗം നിർദ്ദേശിച്ചു. ഗ്രാമപഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ഉടൻ തീരുമാനമെടുക്കാൻ വാട്ടർ അതോറിറ്റി യോഗത്തിന് ഉറപ്പു നൽകി. ആലക്കോട്, നടുവിൽ, ഉദയഗിരി, പയ്യാവൂർ എന്നിവിടങ്ങളിലെ വൈദ്യുതി മുടക്കം ജനജീവിതത്തെ രൂക്ഷമായി ബാധിച്ച പ്രശ്നത്തിലും അടിയന്തര നടപടികൾക്ക് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറോട് യോഗം നിർദ്ദേശിച്ചു. പുഴകളിൽ വീണെടുക്കുന്ന മരങ്ങൾ ലേലം ചെയ്ത് വിൽക്കാൻ നടപടി വേണമെന്ന് പയ്യാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ചേന്നാട്ട് യോഗത്തിൽ ആവശ്യപ്പെട്ടു. മഴക്കാലത്ത് ഇത് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതായി അദ്ദേഹം പരാതിപ്പെട്ടു. കാട്ടുപന്നിയുടെ അക്രമത്തിൽ ഗുരുതരമായി പരിക്കേറ്റ പയ്യാവൂരിലെ ജെയിംസ് കട്ടിലിൻ പറമ്പിലിന് വനംവകുപ്പിൽ നിന്നും ആവശ്യമായ നഷ്ടപരിഹാരം കിട്ടാത്ത പ്രശ്നത്തിലും അടിയന്തര നടപടികൾക്ക് യോഗം നിർദ്ദേശം നൽകി. ആലക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തേർത്തല്ലിയിൽ തോട് കയ്യേറിയതായ കാനങ്കാരൻ പാലവനിയുടെ പരാതിയിൽ വില്ലേജ് ഓഫീസിൽ നിന്നും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയിൽ നിന്നും റിപ്പോർട്ട് ആവശ്യപ്പെടാനും യോഗം തീരുമാനിച്ചു. അതോടൊപ്പം ഇരുവശി പഞ്ചായത്തിലെ ചളിമ്പറമ്പ് 4 സെന്റ് കോളനിയിൽ അർഹതപ്പെട്ടവർക്കെല്ലാം 4 സെന്റ് ഭൂമി അളന്നുതിരിച്ച് പുതിയ പട്ടയം നൽകാനും യോഗത്തിൽ ധാരണയായി. കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P രവീന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജെയിംസ് മാത്യു MLA, തഹസിൽദാർ K രാധാകൃഷ്ണൻ, അസിസ്റ്റന്റ് തഹസിൽദാർ PV ഗോപാലകൃഷ്ണൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജോസ് ചേന്നാട്ട്, PV തമ്പാൻ, K മനീഷ് തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്. ചെറുപുഴക്കടുത്ത് മഞ്ഞക്കാട് തനിച്ച് താമസിക്കുന്ന വീട്ടമ്മയെ കെട്ടിയിട്ട് സ്വർണവും പണവും കവർന്ന സംഭവത്തിൽ 5 അംഗ സംഘം പിടിയിലായി.
3 തമിഴ്നാട് സ്വദേശികളും 2 മലയാളികളുമാണ് പിടിയിലായത്. മഞ്ഞക്കാട് പന്നിയാനിക്കൽ ബ്രിജിത്തയുടെ വീട്ടിലാണ് കവർച്ച നടന്നത്. ജൂലൈ 13 രാത്രിയിലായിരുന്നു കവർച്ച. തനിച്ച് താമസിക്കുകയായിരുന്ന ബ്രിജിത്തയെ കെട്ടിയിട്ട ശേഷം 40 പവനും 60,000 രൂപയുമാണ് കവർന്നത്. വീട്ടിൽ 7 കാവൽ നായ്ക്കളുണ്ടായിരുന്നു. കവർച്ച സംഭവം മലയോരത്തെ ഭീതിയിലാഴ്ത്തിയിരുന്നു. ബ്രിജിത്ത നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ 2 പേരുടെ രേഖാചിത്രങ്ങൾ പോലീസ് തയ്യാറാക്കിയിരുന്നു. ആലക്കോട് CI PK സുധാകരന്റെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം. സന്ദീപ് എന്ന് പറയുന്ന കുട്ടി മറ്റേയാള് അതിനുവേണ്ട ഒത്താശകളും മറ്റു സഹായങ്ങൾ ചെയ്തെടുത്തതാണ്. സഹായങ്ങൾ ചെയ്യല്ല, ആക്റ്റീവായിട്ട് പുറത്ത് പ്ലാൻ ചെയ്യും കാവൽ നിൽക്കുകയും ചെയ്തതാണ്. ജോസ്ഗിരി സ്വദേശി സന്ദീപ്, ചെറുപുഴ സ്വദേശി സച്ചിൻ തുടങ്ങിയവരാണ് പിടിയിലായത്. ന്യൂസ് ബ്യൂറോ, നടുവിൽ. കൊളച്ചേരി ഗ്രാമപഞ്ചായത്തിന് വികലാംഗ സൗഹൃദ പഞ്ചായത്തെ പ്രഖ്യാപിച്ചു. മുല്ലക്കൊടി ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി PK ശ്രീമതി ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷിയുള്ളവരുടെ ഉന്നമനത്തിനായി നിരവധി ക്ഷേമ പ്രവർത്തനങ്ങളാണ് ഇക്കാലയളവിൽ കൊളച്ചേരി ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയത്. ജില്ലയ്ക്കാകെ മാതൃകയായി ബഡ്സ് സ്കൂളും സാന്ത്വന പരിചരണ വിഭാഗവും മാറി. വികലാംഗ സൗഹൃദ പഞ്ചായത്തായി ജില്ലാ കലക്ടർ P. ബാലകിരണാണ് പ്രഖ്യാപിച്ചത്. ബസ് കൺസെഷൻസ് പാസ് വിതരണം RTO പ്രസാദ് ഇബ്രഹാമും മെഡിക്കൽ ഉപകരണ വിതരണം സാമൂഹ്യനീതി ഓഫീസർ S. ജലജയും നിർവഹിച്ചു. ചടങ്ങിൽ പഞ്ചായത്ത് സാംസ്കാരിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു. കൊളച്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് KK മുസ്തഫ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KB ഷംസുദ്ദീൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. TV മഞ്ജുള, PV വത്സൻ, അബ്ദുൽ കരീം ചേലേരി, ശ്രീധരൻ, സംഘമിത്ര KM ശിവദാസൻ, PP കുഞ്ഞിരാമൻ, KP ചന്ദ്രഭാനു, C. രാഘവൻ, P. അജയകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കമ്പിൽ. ഖനന നിരോധനം പിൻവലിക്കുക, നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കുക, ക്ഷേമനിധി ആനുകൂല്യങ്ങൾ കാലോചിതമായി പരിഹരിക്കുക, പെൻഷൻ 2000 രൂപയാക്കുക, നിർമ്മാണ സാമഗ്രികളുടെ വിലക്കയറ്റം തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് CITU, INTUC, ITUC, BMS ട്രേഡ് യൂണിയനുകളുടെ സംയുക്ത നേതൃത്വത്തിൽ 7-ന് സെക്രട്ടേറിയറ്റും കലക്ടറേറ്റുകളും ഉപരോധിക്കും. ജില്ലയിൽ 10,000-കണക്കിന് തൊഴിലാളികൾ പങ്കെടുക്കുമെന്ന് നേതാക്കൾ പറഞ്ഞു. നിർമ്മാണ മേഖല അതിഗുരുതരമായ പ്രതിസന്ധിയിലാണ്. മണലിന് പുറമെ ചെങ്കൽ, കരിങ്കൽ ക്വാറികളുടെ പ്രവർത്തനവും നിലച്ചതോടെ നിർമ്മാണ മേഖല നിശ്ചലമായി. ഇതോടെ ഈ മേഖലയിൽ തൊഴിലെടുത്തു വരുന്ന ലക്ഷക്കണക്കിന് തൊഴിലാളികളും അവരെ ആശ്രയിച്ചു കഴിയുന്ന കുടുംബാംഗങ്ങളും പട്ടിണിയിലേക്ക് തള്ളപ്പെട്ടു. 5 ഹെക്ടറിന് താഴെയുള്ള ചെങ്കൽ, കരിങ്കൽ ക്വാറികൾക്ക് കൂടി പരിസ്ഥിതി വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റ് ലൈസൻസുകൾ കൂടി ബാധകമാക്കിക്കൊണ്ടുള്ള ഹരിത ട്രിബ്യൂണലിന്റെ വിധി ധൃതിപിടിച്ച് നടപ്പാക്കിയതാണ് നിർമ്മാണ രംഗം സ്തംഭിക്കാൻ കാരണം. ജില്ലയിൽ മഹാഭൂരിപക്ഷവും ചെറുകിട ക്വാറികളാണ്. പരിസ്ഥിതി വകുപ്പിന്റെ പഠന റിപ്പോർട്ടും അനുമതിയും ലഭ്യമാക്കാനുണ്ടാകാനിടയുള്ള കാലതാമസം പരിഗണിക്കാതെ ഖനന നിരോധനം മൂലം ഉണ്ടാകാനിടയുള്ള പ്രതിസന്ധിയെയും തൊഴിലില്ലായ്മയും ഒട്ടും കണക്കിലെടുക്കാതെ അധികൃതർ ഏകപക്ഷീയമായി സ്വീകരിച്ച നടപടിയാണ് പ്രതിസന്ധി രൂക്ഷമാകാൻ കാരണം. ഭീകരമായ പ്രതിസന്ധിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ചിന്തിക്കാൻ കഴിയാത്ത രീതി ക്വാറികൾ, ചെങ്കൽ, അതുപോലെ കരിങ്കൽ ക്വാറികൾ പൂർണ്ണമായും അടഞ്ഞു. അതിന്റെ ഫലമായി മുഴുവൻ വികസന പ്രവർത്തനങ്ങളും നിലച്ചിരിക്കുകയാണ്. ചിന്തിക്കാൻ കഴിയാത്ത രീതി. നമ്മുടെ ജില്ലയിൽ മാത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഏതാണ്ട് 3 ലക്ഷത്തോളം തൊഴിലാളികൾ ഇതുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നു. 3 ലക്ഷത്തോളം. വാർത്താ സമ്മേളനത്തിൽ KP സഹദേവൻ, വാടി രവി, MS കുമാരൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. മയ്യിൽ മുല്ലക്കൊടി കോളനിയിലേക്കുള്ള ഏക ഗതാഗത മാർഗമായ റോഡിൽ കൂറ്റൻ പാറകളും മണ്ണും വീണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു. കോളനിയിലേക്കുള്ള ഗതാഗത മാർഗം തടസ്സപ്പെട്ടതോടെ കോളനിവാസികൾ തീർത്തും ഒറ്റപ്പെട്ട നിലയിലാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി മഴക്കാലങ്ങളിൽ ഈ റോഡിൽ ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടും മതിയായ സംവിധാനങ്ങൾ ഒരുക്കുവാൻ ബന്ധപ്പെട്ടവർ തയ്യാറായിട്ടില്ല. മയ്യിൽ പഞ്ചായത്തിലെ ഏറ്റവും ഉയർന്ന പ്രദേശങ്ങളിലൊന്നാണ് മുല്ലക്കൊടി കോളനി സ്ഥിതി ചെയ്യുന്ന സ്ഥലം.
സമുദ്രനിരപ്പിൽ നിന്നും 500 അടിയിലേറെ ഉയരമുള്ള ഇവിടെ എത്തിച്ചേരാനുള്ള ഏക ഗതാഗത മാർഗമായ റോഡാണ് കൂറ്റൻ പാറകളും മണ്ണും വീണടിഞ്ഞ് തടസ്സപ്പെട്ടത്. ഇതോടെ കോളനിവാസികൾ തീർത്തും ഒറ്റപ്പെട്ട നിലയിലായി. വർഷങ്ങളായി മഴക്കാലത്ത് ഇതുപോലുള്ള മാർഗതടസ്സം തുടരുമ്പോഴും മതിയായ സംവിധാനങ്ങൾ ഒരുക്കുവാൻ ബന്ധപ്പെട്ട അധികൃതർ തയ്യാറായിട്ടില്ല. വെള്ളിയാഴ്ച രാത്രിയിലെ കനത്ത മഴയിലാണ് കുന്നിടിച്ചൽ ഉണ്ടായത്. ആളുകളും വാഹനങ്ങളും ഒഴിഞ്ഞ നേരമായതിനാൽ വൻ അത്യാഹിതം ഒഴിവായതിന്റെ ആശ്വാസത്തിലാണ് കോളനിവാസികൾ. ജെയിംസ് മാത്യു MLA, മയ്യിൽ പഞ്ചായത്ത് റവന്യൂ അധികൃതർ എന്നിവർ സ്ഥലത്തെത്തിയിരുന്നു. എല്ലാ വർഷവും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ എസ്റ്റിമേറ്റിൽ എടുത്തപ്പോൾ ഏകദേശം 25 ലക്ഷം രൂപയോളം ചെലവഴിച്ചെങ്കിലും മാത്രമേ ഈ പ്രശ്നത്തിന് ഒരു ശാശ്വതമായ പരിഹാരം എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അങ്ങനെയൊന്നും ഇല്ല എങ്കിൽ, ഇതിന്റെ ഒരു പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ എല്ലാ കാലവും ഇതേ ഒരു അവസ്ഥയാണ് ഇവിടുത്തെ ജനവാസികൾക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. ഇവിടുത്തെ ഭൗമശാസ്ത്ര ഘടന അനുസരിച്ച് ഇവിടുത്തെ കുന്നിന് വളരെ ദുർബലമായ ഒരു ഘടനയാണുള്ളത്. അപ്പോൾ മേൽമണ്ണും ഉരുളം പാറകളും കൂടി ഒന്നിച്ച് താഴോട്ട് ഈ റോഡിലേക്ക് വീണിരിക്കുകയാണ്. റോഡിലൂടെ ആളുകൾ പോകുന്ന റോഡായതുകൊണ്ട് അത് ജനങ്ങൾക്ക് ചിലപ്പോൾ ഭീഷണി സൃഷ്ടിക്കാം. ഈ മണ്ണും ഈ പാറകളും തട്ടുതട്ടായി ചെരുവുകളായി സൃഷ്ടിച്ചിട്ട് ചെരുവുകളായി നിലനിർത്തിക്കൊണ്ട് ഇപ്പോൾ കോളനിയിൽ നിന്നും പുറം ലോകവുമായി ബന്ധപ്പെടണമെങ്കിൽ ചെങ്കുത്തായി ഇറക്കമുള്ള ഊടുവഴികളെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് കോളനിവാസികൾ. ബദൽ സംവിധാനമായി കോളനിയിലേക്ക് മറ്റൊരു റോഡ് നിർമ്മിക്കാൻ നേരത്തെ ആലോചന നടന്നിരുന്നു. എന്നാൽ നാളിതുവരെയായി ഇതിന്റെ പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ല. ന്യൂസ് ബ്യൂറോ, മയ്യിൽ. നഴ്സുമാരുടെ സമരത്തെ തുടർന്നുണ്ടാക്കിയ ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ പാലിക്കാത്ത 2 ആശുപത്രികളിൽ വീണ്ടും സമരം തുടങ്ങുമെന്ന് ഇന്ത്യൻ നഴ്സസ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. എന്നാൽ തങ്ങൾക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ സത്യവിരുദ്ധമാണെന്ന് ആശുപത്രി അധികൃതരും പ്രതികരിച്ചു. 20 നഴ്സുമാരെ പിരിച്ചുവിട്ട തളിപ്പറമ്പ് ലൂർദ് ആശുപത്രിയിലും ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ പാലിക്കാത്ത കണ്ണൂർ കൊയിലി ആശുപത്രിയിലും സമരം തുടങ്ങാനാണ് തീരുമാനമെന്ന് ഇന്ത്യൻ നഴ്സസ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ലിബിൻ തോമസ്, സംസ്ഥാന കമ്മിറ്റി അംഗം സനൽ സെബാസ്റ്റ്യൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നമ്മുടെ തളിപ്പറമ്പിലെ ലൂർദ് ആശുപത്രിയിൽ ഒരു 20 നഴ്സുമാരെ ഒറ്റയടിക്ക് അവിടുത്തെ മാനേജ്മെന്റ് പുറത്താക്കി. ഈ 26-ാം തീയതി അവരെ പുറത്താക്കിയത്. അവർ ട്രെയിനി എന്ന പോസ്റ്റിലാണ് ഇവർ ജോലി ചെയ്തിരുന്നത്. ഒരു സ്വകാര്യ ആശുപത്രിയിൽ ആകെ സ്ഥിരം ജീവനക്കാരിൽ 25% ആളുകളെ ട്രെയിനി ആയിട്ട് നിയോഗിക്കാം എന്ന ഒരു ചട്ടമുണ്ട്. ഇന്ത്യൻ റിലേഷൻ കമ്മിറ്റിയിലെ ഒത്തുതീർപ്പ് പ്രകാരമുള്ള ഒരു ചട്ടമാണിത്. ഇത് തന്നെ ആവശ്യത്തിന് പ്രായോഗിക പരിശീലനം ലഭിക്കാത്ത ആളുകളുണ്ടെങ്കിൽ അവരെ ട്രെയിനി ആയിട്ട് നിയോഗിക്കാം എന്ന ഈ ഒരു ചട്ടം ഉപയോഗിച്ച് ദുരുപയോഗം ചെയ്ത് ഈ സ്ഥാപനത്തിലെ ഏതാണ്ട് 75% ആളുകളും ട്രെയിനികളായിരുന്നു. ആകെ ജീവനക്കാർ രജിസ്റ്റേർഡ് നഴ്സുമാർ എന്ന് പറയാൻ പറ്റുന്നത് 31 പേരും ട്രെയിനികളായിട്ടുണ്ടായിരുന്നത് 19 പേരുമായിരുന്നു. അപ്പൊ ഈ 19 പേരെ ഒരു വർഷം പൂർത്തിയാക്കിയപ്പോൾ ഇവരെ പുറത്താക്കി. ഇവരെ കൊടുത്തുകൊണ്ടിരുന്ന ശമ്പളം എന്ന് പറയുന്നത് 6000 രൂപയാണ്. ഞങ്ങളൊരു 2 വർഷക്കാലം മുമ്പ് കണ്ടു നടത്തിയ സമരത്തിന്റെ പശ്ചാത്തലത്തിലുണ്ടാക്കിയ ഒരു ഒത്തുതീർപ്പ് വ്യവസ്ഥ പ്രകാരം 250 രൂപ എല്ലാവർക്കും നൈറ്റ് അലവൻസ്, അതായത് നൈറ്റ് ഡ്യൂട്ടി എടുക്കുന്ന എല്ലാവർക്കും 250 രൂപ വെച്ച് കൊടുക്കണമെന്ന് എന്ന കലക്ടർ മുമ്പായി ഉണ്ടാക്കിയ ഒത്തുതീർപ്പിലെ ഒരു വ്യവസ്ഥയാണ്. ഈ പറയുന്ന 19 ഒരാൾക്ക് പോലും ഈ നൈറ്റ് അലവൻസ് കൊടുത്തിട്ടില്ല. ഈ ഒരു വർഷമായിട്ടും കൊടുത്തിട്ടില്ല. മാത്രമല്ല ഇവരെ കൊണ്ട് സ്ഥിരമായിട്ട് നൈറ്റ് ഡ്യൂട്ടി എടുപ്പിക്കും. ഇവരെ കൊണ്ട് എടുപ്പിക്കുന്ന പ്രയോജനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ഥിരം ജീവനക്കാർക്ക് നൈറ്റ് ഡ്യൂട്ടി കൊടുക്കില്ല. അപ്പൊ അവർക്ക് 250 രൂപ കൊടുക്കേണ്ടി വരില്ല. ഈ കുട്ടികളെ കൊണ്ട് ഇത് എടുപ്പിച്ചിട്ട് ഈ 16 മണിക്കൂർ മാസത്തില് 16 ദിവസം ജോലി എടുപ്പിക്കും. ഒരു വർഷം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ ഇവരെ പുറത്താക്കി. കാരണം ഒരു വർഷം ട്രെയിനിഷിപ്പാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെ പ്രൊബേഷനിലേക്ക് മാറ്റുമ്പോൾ മിനിമം വേസ് കൊടുക്കേണ്ടി വരും. അപ്പൊ ഈ മിനിമം വേസ് കൊടുക്കാതിരിക്കാൻ വേണ്ടി ഇവരെ പുറത്താക്കിയിട്ട് അടുത്ത ബാച്ചിനെ ട്രെയിനിയായിട്ട് വീണ്ടും കയറ്റുകയാണ്. അതുപോലെ തന്നെ ഈ കണ്ണൂർ കൊയിലി ആശുപത്രിയിൽ 2013 ജനുവരി മുതലുള്ള മുൻകാല പ്രാബല്യത്തോടെയാണ് പുതിയ ശമ്പളം പരിഷ്കരിച്ചത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് 4 മാസത്തെ കുടിശ്ശിക കൊടുക്കാനുണ്ടായിരുന്നു. മാത്രമല്ല ഇവിടെ 25 കുട്ടികൾക്ക് മിനിമം വേസ് പോലും കൊടുക്കുന്നില്ല. മിനിമം വേസ് 25 പേർക്ക് ഈ സ്ഥാപനത്തിൽ കൊടുക്കുന്നില്ല. ഇങ്ങനെ ഒരു വലിയ ഗുരുതരമായ വിഷയമാണ്. 20 കുട്ടികൾക്ക് ജോലി നഷ്ടപ്പെട്ടു. ഇവിടെ 25 പേർക്ക് മിനിമം വേസ് കൊടുക്കുന്നില്ല. അപ്പൊ നമ്മൾക്ക് ഇപ്പോൾ ഇറാഖിൽ നിന്ന് അല്ലെങ്കിൽ യുദ്ധഭൂമിയിൽ നിന്നൊക്കെ മടങ്ങി വന്ന നഴ്സുമാരെ സ്വീകരിക്കാനും ജോലി വാഗ്ദാനം കൊടുക്കാനൊക്കെ എല്ലാവരും മത്സരിക്കുന്നുണ്ട്. അപ്പൊ ഈ നാട്ടിൽ 20 പേർക്ക് ജോലി നഷ്ടപ്പെട്ടിട്ട് ഒരാൾ പോലും ഇതിനകത്ത് തിരിഞ്ഞു നോക്കുവോ അല്ലെങ്കിൽ ഒരു നടപടി ഉണ്ടാവുമോ ഗവൺമെന്റ് ഉണ്ടാവുന്നോ? നഴ്സസ് അസോസിയേഷൻ ഭാരവാഹികൾ ലൂർദ് ആശുപത്രിക്കെതിരെ നടത്തിയ ആരോപണങ്ങൾ സത്യവിരുദ്ധമാണെന്ന് ആശുപത്രി MD ഡോക്ടർ ജോസഫ് ബെനവൻ പറഞ്ഞു. സർക്കാർ നിഷ്കർഷിച്ച രീതിയിലുള്ള ആനുകൂല്യങ്ങൾ ജീവനക്കാർക്ക് നൽകുന്നുണ്ട്. ഇന്ത്യൻ നഴ്സസ് അസോസിയേഷൻ അവരൊരു പത്രസമ്മേളനം നടത്തി അവര്
ലൂത്ത് ഹോസ്പിറ്റലിനെ പറ്റി കുറേ അലിഗേഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അത് തീർത്തും സത്യവിരുദ്ധമാണ്. അങ്ങനത്തെ യാതൊരു സംഭവവും ഇവിടെ നടക്കുന്നില്ല. പണ്ട് IRC റെക്കമെൻഡേഷനും ഗവൺമെന്റ് ഓർഡർ അനുസരിച്ചുള്ള സ്റ്റാഫ് നഴ്സസിനും മാത്രമല്ല ബാക്കിയുള്ള ജീവനക്കാർക്കും കൊടുക്കേണ്ട എല്ലാ ആനുകൂല്യങ്ങളും നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് ഒന്നും കൊടുക്കാതെ ഇരുന്നിട്ടില്ല. ഗവൺമെന്റ് നിയമം അനുസരിച്ച്, ഗവൺമെന്റ് ഓർഡർ അനുസരിച്ച് വിദ്യാഭ്യാസം, നഴ്സിംഗ് വിദ്യാഭ്യാസം കഴിഞ്ഞ് വരുന്ന കുട്ടികൾക്ക്, ഒരു പരിശീലനം ഇല്ലാത്ത കുട്ടികൾക്ക് ഹോസ്പിറ്റൽസിന് ഒരു കൊല്ലത്തേക്ക് ട്രെയിനി ആയിട്ട് അവരെ നിയമിച്ച് അവരുടെ ട്രെയിനിങ് കഴിഞ്ഞ് അവർക്ക് പോകാം. അതിന് സ്റ്റൈപ്പൻഡ് വരെ ഗവൺമെന്റ് തന്നെയാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. GNM ചെയ്തിരിക്കുന്ന നഴ്സുമാർക്ക് 6,000 രൂപയാണ് സ്റ്റൈപ്പൻഡ്. BSc നഴ്സിംഗ് ചെയ്തിരിക്കുന്ന നഴ്സുമാർക്ക് 6,500 രൂപയാണ് സ്റ്റൈപ്പൻഡ്. അവർക്ക് വളരെ വ്യക്തമായിട്ട് അവർ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ അവർ ട്രെയിനിയാണെന്ന് അവർക്കറിയാം. ട്രെയിനിങ് കഴിഞ്ഞിട്ട് അവർ പോകണമെന്നും അവർക്കറിയാം. അപ്പോൾ അവർ അതിൻ്റെ അകത്ത് വളരെ വ്യക്തമാക്കിയിട്ടുണ്ട് ഗവൺമെന്റ് ഓർഡറിൽ അവർക്ക് വേറെ ഒരു ആനുകൂല്യങ്ങളും കിട്ടുന്നതല്ല, ഈ സ്റ്റൈപ്പൻഡാണ്. കാരണം നമ്മളൊരു അപ്രന്റീസ് ആയിട്ട് ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും നമുക്ക് വേറെ തൊഴിൽ വ്യവസ്ഥകൾ അനുസരിച്ചുള്ള ഒന്നും ആനുകൂല്യങ്ങളും കിട്ടിയല്ല. അവർക്ക് ആ അപ്രന്റീസ്ഷിപ്പിനുള്ള സ്റ്റൈപ്പൻഡ് കിട്ടും. ആ സ്റ്റൈപ്പൻഡ് തന്നെയാണ് നഴ്സസിനും നമ്മളിവിടെ കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ അവർ പറഞ്ഞത് എന്നാന്ന് വെച്ചാൽ നഴ്സിന്റെയും ട്രെയിനീസിന്റെയും അനുപാതമാണ് പറഞ്ഞത്, റേഷ്യോ. അപ്പം ലൂത്ത് ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഇവർ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ കംപ്ലീറ്റ് നഴ്സിംഗ് സ്റ്റാഫിന്റെ റെക്കോർഡ്സ് എടുത്ത് നോക്കി. അപ്പം ഞങ്ങളുടെ കംപ്ലീറ്റ് നഴ്സിംഗ് സ്റ്റാഫിന്റെ ശരിക്കും പറഞ്ഞാൽ 22% മാത്രമേ ട്രെയിനീസ് ഉള്ളൂ. ഇപ്പം ഗവൺമെന്റിന്റെ ഓർഡറിന്റെ അകത്ത് ഇത്ര ശതമാനം എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ ജനറലി അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു പെർസെൻറ്റേജ് ടോട്ടൽ സ്റ്റാഫ് സ്ട്രെങ്തിന്റെ 25% കൂടാൻ പാടില്ല എന്നുള്ളത്. അതിലും ഞങ്ങളുടേത് വളരെ കൃത്യമായിട്ട് തന്നെയാണ്. ദാറ്റ് ഈസ് നമ്മൾ 22% മാത്രമേ ഇപ്പം ഞങ്ങൾക്ക് ട്രെയിനീസ് ആയിട്ടുള്ളൂ. INA ഇപ്പോൾ ഇങ്ങനത്തെ അലിഗേഷൻസ് റേസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്കറിയത്തില്ല. അത് മാത്രമല്ല, INA ഞങ്ങൾക്ക് ഇതുവരെ ഒരു നോട്ടീസും തന്നിട്ടില്ല. അവർ പത്രസമ്മേളനത്തിൽ പറഞ്ഞു ലൂത്ത് ഹോസ്പിറ്റലിൽ സമരത്തിന് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ യാതൊരു നോട്ടീസും ലൂത്ത് ഹോസ്പിറ്റലിന് കിട്ടിയിട്ടില്ല. ട്രെയിനികളായി ആശുപത്രിയിൽ 16 പേർ മാത്രമാണുള്ളതെന്നും MD പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്. മഴയിൽ ചോർന്നൊലിച്ച് പഴയങ്ങാടി താലൂക്ക് ആശുപത്രി കെട്ടിടം രോഗികൾക്ക് ദുരിതമാകുന്നു. ചുമരിൽ തൊട്ടാൽ ഷോക്കടിക്കും. സീലിംഗ് അടർന്നു വീണ് ആശുപത്രിയിൽ എത്തുന്നവർക്ക് പരിക്കേൽക്കുന്നതും പതിവ് കാഴ്ചയാണ്. ഇത് പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിലെ പതിവ് കാഴ്ച. പഴയ കെട്ടിടങ്ങളും അടർന്നു വീഴുന്ന സീലിംഗുകളും മഴവെള്ളം കെട്ടിക്കിടക്കുന്ന മുറികളും മാത്രം. മഴക്കാലത്ത് അറിയാതെ ചുവരിൽ തൊട്ടാൽ ഷോക്കടിക്കുമെന്ന് രോഗികൾ പറയുന്നു. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിലെ ഏഴോം, മാടായി, മാട്ടൂൽ, ചെറുകുന്ന്, ചെറുതാഴം തുടങ്ങിയ പഞ്ചായത്തുകളിലെ സാധാരണക്കാരന്റെ ആശ്രയമായ പഴയങ്ങാടി താലൂക്ക് ആശുപത്രിക്കാണ് ഈ ദുർവിധി. അത്യാവശ്യം ഡോക്ടർമാരും മരുന്നും ആശുപത്രിയിൽ ലഭ്യമാണെങ്കിലും ആശുപത്രി കെട്ടിടത്തിന്റെ ശോച്യാവസ്ഥ കിടത്തി ചികിത്സ അവതാളത്തിലാക്കുന്നു. കെട്ടിടത്തിന്റെ ശോച്യാവസ്ഥ കാരണം രോഗികൾ അഡ്മിറ്റ് ചെയ്യാൻ മടി കാണിക്കുന്നു. പലപ്പോഴും സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടേണ്ട ഗതികേടിലാണ് ജനങ്ങൾ. കെട്ടിടം പൊളിച്ചുമാറ്റി പുതിയ കെട്ടിടം പണിതാൽ മാത്രമേ ഇതിന് പരിഹാരം കാണാൻ സാധിക്കുകയുള്ളൂ. മഴക്കാലത്ത് നാടും നഗരവും പനിച്ചു പിറക്കുമ്പോൾ സാധാരണക്കാരന്റെ ആശ്രയ കേന്ദ്രമായ പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയുടെ ശോച്യാവസ്ഥ പരിഹരിക്കാൻ ജനപ്രതിനിധികൾ അടിയന്തരമായി ഇടപെടണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കേരള സ്റ്റേറ്റ് ടിമ്പർ മർച്ചന്റ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി നേതൃത്വത്തിൽ കഴിഞ്ഞ 11 ദിവസമായി കേരളത്തിലെ മരവ്യാപാരികൾ അനിശ്ചിതകാല പണിമുടക്കിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. പ്ലൈവുഡ് നിർമ്മാണത്തിനാവശ്യമായ മരങ്ങൾക്ക് തറവില നിശ്ചയിക്കുക, റബ്ബർ പാഴ്ത്തടികളുടെ ടാക്സ് പിൻവലിക്കുക ആവശ്യങ്ങൾ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മലബാർ മേഖലയിലെ മരവ്യാപാരികളുടെ സംഗമം 5-ന് കോഴിക്കോട് നടക്കും. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ അന്യായ നടപടികൾ അവസാനിപ്പിക്കുക, പെരുമ്പാവൂർ സോമിൽ ഓണേഴ്സിന്റെ കരിനിയമങ്ങൾ അവസാനിപ്പിക്കുക, തൊഴിൽ തർക്കങ്ങൾ പരിഹരിക്കുക, കൂലി ജില്ലാതലത്തിൽ ഏകീകരിക്കുക, പാലക്കാട്, വയനാട് ജില്ലകളിലെ പട്ടയഭൂമിയിലെ മരങ്ങൾ മുറിക്കുന്നതിനുള്ള നിയന്ത്രണങ്ങൾ എടുത്തുകളയുക തുടങ്ങിയ ആവശ്യങ്ങളും ഉണ്ട്. കേരളത്തിലെ മരവ്യാപാരികൾ കഴിഞ്ഞ 11 ദിവസമായി സംസ്ഥാന വ്യാപകമായി അനിശ്ചിതകാല പണിമുടക്കിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. പ്ലൈവുഡ് നിർമ്മാണത്തിന് ആവശ്യമായ മരങ്ങൾക്ക് തറവില നിശ്ചയിക്കുക, റബ്ബർ പാഴ്ത്തടികളുടെ ടാക്സ് എടുത്തു കളയുക, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഓവർലോഡിന്റെ പേരിലുള്ള അന്യായ നടപടികൾ അവസാനിപ്പിക്കുക, പെരുമ്പാവൂർ സോമിൽ ഓണേഴ്സിന്റെ കരിനിയമങ്ങൾ അവസാനിപ്പിക്കുക, വടക്കൻ മേഖലയിലെ പട്ടയഭൂമിയിലെ മരങ്ങൾ മുറിക്കുന്നതിനുള്ള നിയന്ത്രണങ്ങൾ എടുത്തു കളയുക തുടങ്ങിയ ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരം നടത്തുന്നത്. ആയിരക്കണക്കിന് ആളുകളെ പ്രത്യക്ഷമായും 10,000-കണക്കിന് ആളുകളെ പരോക്ഷമായും ഈ മേഖലയിൽ നിന്ന് ഉപജീവനം നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നത്തിൽ സംസ്ഥാന സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാവണമെന്ന് ഞങ്ങൾ ശക്തമായി ആവശ്യപ്പെടും.
അനിശ്ചിതകാല പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് മലബാർ മേഖലയിലെ മരവ്യവസായികളുടെ സംഗമം 5-3 മണിക്ക് കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ നടക്കും. കേരള സ്റ്റേറ്റ് ടിംബർ മർച്ചന്റ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് വക്കച്ചൻ പുല്ലാട്ടിന്റെ അധ്യക്ഷതയിൽ കേരള ഗവൺമെന്റ് ചീഫ് വിപ്പ് PC ജോർജ് ഉദ്ഘാടനം ചെയ്യും. തെക്കൻ മേഖലാ പ്രസിഡന്റ് OM സുരേഷ് മുഖ്യാതിഥിയായി പങ്കെടുക്കും. വാർത്താസമ്മേളനത്തിൽ വക്കച്ചൻ പുല്ലാട്ട്, CH മുനീർ, KV ശ്രീനിവാസൻ, വിനോദ് പറശ്ശിനി, രവി ചോല തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ ഖാദി ഓണം വിൽപ്പനയ്ക്ക് കണ്ണൂരിൽ തുടക്കമായി. ഖാദി തുണിത്തരങ്ങളുടെ 60% വിൽപ്പനയും നടക്കുന്നത് ഈ കാലയളവിലാണ്. ഈ വർഷത്തെ ഓണം മേളയിലൂടെ ഖാദി ബോർഡ് 25 കോടി രൂപയുടെ വിൽപ്പനയാണ് കണ്ണൂരിൽ ലക്ഷ്യമിട്ടിരിക്കുന്നത്. മേള മന്ത്രി KP മോഹനൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാ അർത്ഥത്തിലുമുള്ള ഒരു കോർഡിനേഷൻ കമ്മിറ്റിയാണ്. അപ്പോൾ അതിന്റെ ഇവിടുത്തെ ഉദ്ഘാടനത്തിന്റെ അന്തിമ രൂപം നൽകുകയാണ്. ഒരുപാട് നേരം ചർച്ച ചെയ്യേണ്ട വിഷയമായതുകൊണ്ട് മറ്റവരൊക്കെ തന്നെ കാത്തു നിൽക്കുന്നതുകൊണ്ട് ഞങ്ങൾ സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഖാദി തുണിത്തരങ്ങൾക്ക് പുറമെ അഖിലേന്ത്യാ ഖാദി കമ്മീഷൻ അംഗീകരിച്ച അന്യസംസ്ഥാന ഖാദി സ്ഥാപനങ്ങളുടെ തുണിത്തരങ്ങളും വിൽപ്പനയ്ക്കായി സജ്ജീകരിച്ചിട്ടുണ്ട്. സർക്കാർ, അർദ്ധ സർക്കാർ, ബാങ്ക്, പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് 25,000 രൂപ വരെയുള്ള തുണിത്തരങ്ങൾ തവണ വ്യവസ്ഥയിൽ കടമായി നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഉപഭോക്താക്കൾക്കായി സമ്മാന പദ്ധതി: മെഗാ സമ്മാനം 2 പേർക്ക് ടാറ്റ നാനോ കാർ, 2ാം സമ്മാനം 2 പേർക്ക് സ്കൂട്ടർ, 3ാം സമ്മാനം 12 പേർക്ക് ലാപ്ടോപ്പ്, കൂടാതെ ആഴ്ചതോറും പട്ടുസാരിയും ദിവസേന ബെഡ്ഷീറ്റും സമ്മാനമായും നൽകും. ചടങ്ങിൽ AP അബ്ദുള്ളക്കുട്ടി MLA അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ ഖാദി പുതുതായി പുറത്തിറക്കുന്ന മൈലാട്ടി പട്ടുസാരിയുടെയും ഗ്രാമിക ഖാദി ഷർട്ടിന്റെയും ലോഞ്ചിംഗ് PK ശ്രീമതി MP നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. DYFI ഏഴോം വെസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദ്യകാല നേതൃസംഗമം സംഘടിപ്പിച്ചു. DYFI സംസ്ഥാന കമ്മിറ്റി അംഗം KV സുമേഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ആധുനിക തലമുറ പണത്തിന്റെ പിറകെ പായുകയാണെന്നും പണത്തിന്റെ ആർത്തിമൂത്ത് കുറ്റകൃത്യങ്ങൾക്ക് അടിമകളാവുകയുമാണ്. സംഘടനകളോ ഭരണകൂടത്തിന്റെ നിലപാടുകളോ ഇത്തരക്കാർക്ക് പ്രശ്നമല്ല. കേരളം സ്ത്രീപീഡനങ്ങളുടെ നാടായി മാറിയിരിക്കുകയാണെന്നും KV സുമേഷ് പറഞ്ഞു. യുവജനത, ആധുനിക യുവ സമൂഹം ആർത്തിമൂത്ത് അമിതമായ ലാഭം തേടിയുള്ള യാത്രയിൽ ഏത് വിധത്തിലും ഏത് തരത്തിലും എങ്ങനെയായാലും പണം സമ്പാദിക്കുക എന്ന മാത്രം ലക്ഷ്യം. ആ ലക്ഷ്യത്തിന് പുറകെയുള്ള യാത്രയിൽ സംഘടനകളോ രാജ്യത്ത് നിലനിൽപ്പോ ഭരണകൂടങ്ങൾ എടുക്കുന്ന രാഷ്ട്രീയ നിലപാടുകളോ അതൊന്നും എന്റെ ജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല. എന്റെ ജീവിതം ഏറ്റവും നന്നായി ആസ്വദിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക മാത്രമാണ് എന്റെ ലക്ഷ്യം. അതിന് കാശ് സമ്പാദിക്കാൻ കഴിയുന്ന ഏത് വഴിയിലൂടെയും ഞാൻ യാത്ര ചെയ്യുമെന്ന് പ്രഖ്യാപിക്കുന്ന വലിയ ഒരു പുതിയ തലങ്ങളുടെ മുന്നിലാണ് DYFI. OV നാരായണൻ, KP മനോഹരൻ, KV സുരേശൻ, V പ്രശാന്ത്, IV ജയനീഷ്, M രാജേഷ്, T ഷാജി, E മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. +2 CBSE പരീക്ഷകളിൽ ഉയർന്ന മാർക്ക് നേടിയ വിദ്യാർത്ഥികളെ അവാർഡ് നൽകി ആദരിച്ചു. കണ്ണൂർ ബസ് ഓപ്പറേറ്റേഴ്സ് ഹാളിൽ നടന്ന പരിപാടി ഹരിത V കുമാർ ഉദ്ഘാടനം ചെയ്തു. എല്ലാവരുടെയും മക്കൾ ഒരു കൂട്ടുകുടുംബം ആണ് എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പൊ ഇവിടെ നിന്ന് അവർ പങ്കുവയ്ക്കലിന്റെയും പരസ്പരം അവരുടെ വിജയങ്ങൾ ആഘോഷിക്കുന്നതിന്റെയും ഒക്കെ ആദ്യ പാഠങ്ങൾ പഠിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം പറയാനുള്ളത്, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അറിവ് നേടുന്ന ഒരു പ്രക്രിയ മാത്രമല്ല, അതിനോടൊപ്പം ഒരു സമഗ്രമായ ഒരു വ്യക്തിത്വം വികസിപ്പിച്ചെടുക്കുന്ന ഒരു പ്രക്രിയ. ജില്ലാ പ്രസിഡന്റ് ശിവരാജൻ അധ്യക്ഷത വഹിച്ചു. രാജ്കുമാർ കരുവരത്ത്, K വേലായുധൻ, KP മോഹനൻ, G ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. പുതിയ വൈദ്യുതി പദ്ധതികൾ ആരംഭിക്കാനോ പാതി വഴിയിൽ ഉപേക്ഷിച്ച പദ്ധതികൾ ഏറ്റെടുക്കാനോ തീരുമാനങ്ങളില്ലാതെ കേരളത്തെ ഇരുട്ടിലേക്ക് വലിച്ചിഴക്കുന്ന സർക്കാർ നയങ്ങൾക്കെതിരെ കേരളത്തിലെ വയറിംഗ് തൊഴിലാളികൾ 13-ന് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ഓഫീസ് പടിക്കൽ മാർച്ച് നടത്തും. ഇതിന്റെ പ്രചരണാർത്ഥം ജില്ലാ പ്രസിഡന്റ് TK ഗോവിന്ദന്റെ നേതൃത്വത്തിൽ ഇലക്ട്രിക്കൽ വയർമെൻസ് ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ ജില്ലയിൽ 5 മുതൽ 8 വരെ വാഹന പ്രചരണ ജാഥ നടത്തും. വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെ ജനവിരുദ്ധ നയങ്ങൾ പിൻവലിക്കുക, 1956 നിലവിൽ വന്ന ഇലക്ട്രിസിറ്റി ലൈസൻസിംഗ് ബോർഡ് നിയമങ്ങൾ അട്ടിമറിക്കാനുള്ള ഗൂഢനീക്കം ഉപേക്ഷിക്കുക തുടങ്ങിയവയാണ് പ്രധാന ആവശ്യങ്ങൾ. ആഗസ്റ്റ് 13 അപ്പോൾ ഈ ഉപരോധത്തിന്റെ പ്രചരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഉടനീളം വാഹന പ്രചരണ ജാഥകൾ നടന്നുകൊണ്ടിരിക്കുക. അതിന്റെ ഭാഗമായിട്ടാണ് കണ്ണൂർ ജില്ലയിലുള്ള വാഹന പ്രചരണ ജാഥ 5-ാം തീയതി വൈകുന്നേരം പയ്യന്നൂരിൽ വെച്ചിട്ട് KK നാരായണൻ MLA ഉദ്ഘാടനം ചെയ്യുന്നു. അപ്പോൾ ഈ ജാഥ ജില്ലയുടെ എല്ലാ മേഖലയിലും പ്രയാണം നടത്തിക്കൊണ്ട് ഈ രംഗത്തെ പ്രശ്നങ്ങൾ ജനങ്ങളോടും അതുപോലെ തന്നെ ഈ രംഗത്ത് തൊഴിൽ ചെയ്യുന്നവരോടും സംവദിച്ച് ഈ സമരത്തിന്റെ പ്രാധാന്യം
അറിയിക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ജാഥ ജില്ലയിൽ പയ്യന്നൂരിൽ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് കെ നാരായണൻ MLA ഉദ്ഘാടനം ചെയ്യും. ഓഗസ്റ്റ് 8-ന് കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ജാഥ സമാപിക്കും. വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് VK അരവിന്ദാക്ഷൻ, സംസ്ഥാന സെക്രട്ടറി VK ചന്ദ്രൻ, ജില്ലാ പ്രസിഡന്റ് TK ഗോവിന്ദൻ, ജില്ലാ സെക്രട്ടറി KV ബാലകൃഷ്ണൻ, ജോയിന്റ് സെക്രട്ടറി T രാമകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. ഉമാങ്ങാട്ടുപറമ്പ് KAP 4ാം ബറ്റാലിയൻ ജനമൈത്രി കേന്ദ്രം മൈത്രി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി നേതൃത്വത്തിൽ സാന്ത്വന പരിശീലന വളണ്ടിയർ പരിശീലനം നടന്നു. KAP ബറ്റാലിയൻ ഹാളിൽ മൈത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ P വിജയൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇന്നത്തെ ഈ ട്രെയിനിങ്ങിന്റെ ഒരു പ്രാധാന്യമല്ല, ഒരു വ്യത്യസ്തത കൂടിയുണ്ട്. ഇന്നത്തെ ട്രെയിനിങ് കരിമുഖ്യമൊക്കെ സൂചിപ്പിച്ചു കഴിഞ്ഞു. നമ്മൾ ഇതുവരെ കൊടുത്ത ട്രെയിനിങ്ങിന്റെ അടിസ്ഥാന തത്വങ്ങളൊന്നും മാറ്റിക്കൊണ്ടല്ല, വെല്ലുവിളിച്ചുകൊണ്ടല്ല പുതിയ ഒരു സിസ്റ്റം ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. നേരത്തെ തന്നെ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ ലളിതമായി ഏതൊരാൾക്കും, ഒരു സാധാരണക്കാരനും വളണ്ടിയറായി വരുമ്പോൾ അവർക്ക് കൂടി അത് അവർക്ക് മനസ്സിലാക്കി ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ആ ട്രെയിനിങ് ഒന്നുകൂടെ ലഘൂകരിക്കുന്ന ഒരു മാർഗമാണ് ഇന്നിവിടെ സ്വീകരിക്കാൻ പോകുന്നത്. അസിസ്റ്റന്റ് കമാൻഡന്റ് T ശ്രീരാമ മുഖ്യപ്രഭാഷണം നടത്തി. മൈത്രി പെയിൻ ആൻഡ് പാലിയേറ്റീവ് ജനറൽ സെക്രട്ടറി C അബ്ദുൽ കരീം അധ്യക്ഷത വഹിച്ചു. C വിജയൻ, PV ദിനേശൻ, TV പുഷ്കരാക്ഷൻ, ശ്രീനേഷ് P ശ്രീധർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ധർമ്മശാല. സാന്ത്വന സ്പർശം ട്രസ്റ്റ് ഫോർ ചാരിറ്റീസ് നേതൃത്വത്തിൽ അവയവദാന ദിനം സംഗമം സംഘടിപ്പിക്കുന്നു. ദേശീയ അവയവദാന ദിനാചരണമായ 6-ന് ദിനാചരണവും ഉപഹാര സമർപ്പണവും കാഞ്ഞിരങ്ങാട് ഇൻഡോർ പാർക്കിൽ നടക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ K സരള പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. അവയവദാനം നടത്തിയ മഹത് വ്യക്തികളെ ആദരിക്കാനും അതോടൊപ്പം തന്നെ അവയവദാനത്തെക്കുറിച്ചുള്ള ജനകീയ ബോധവൽക്കരണവുമാണ് സംഗമത്തിന്റെ സുപ്രധാന ലക്ഷ്യം. വിദേശ രാജ്യങ്ങളിൽ മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ രോഗബാധിതർക്ക് അവയവമാറ്റ ശസ്ത്രക്രിയയിലൂടെ മാറ്റിവെക്കാൻ നിയമസാധുത ഉള്ളതിനാൽ അത്തരം ശസ്ത്രക്രിയകൾ അവിടങ്ങളിൽ നിർബാധം നടക്കുന്നുമുണ്ട്. എന്നാൽ ഇന്ത്യയിൽ നിയമതടസ്സങ്ങൾ അതിന് വിഘാതമാകുന്നു. ആയതിനാലാണ് ജീവിച്ചിരിക്കെ തന്നെ അവയവദാനം നടത്തേണ്ടുന്ന അവസ്ഥ ഇവിടെ ഉണ്ടാകുന്നത്. ഈയൊരു പശ്ചാത്തലത്തിലാണ് ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ദേശീയ അവയവദാന ദിനത്തിൽ അവയവദാനം നടത്തിയവരെ ആദരിക്കാൻ തീരുമാനിച്ചത്. അതോടൊപ്പം തന്നെ അവയവം സ്വീകരിച്ചവരെയും അവയവമാറ്റം കാക്ഷിക്കുന്ന രോഗബാധിതരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു സംഗമം നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ കൊല്ലവും ഇന്ത്യ ഗവൺമെന്റ് ദേശീയ അവയവദാന ദിനമായിട്ട് ആചരിക്കുന്നു. പക്ഷെ ഇതുവരെ നമ്മൾ ഇന്ത്യയിൽ അത് ഒരു ഔദ്യോഗികമായിട്ടോ മറ്റു രീതിയിലോ ആരെങ്കിലും ഒരു ശ്രദ്ധിച്ച് നടത്തിയിട്ടില്ല. മറ്റു പല ദിവസങ്ങൾ ആചരിക്കപ്പെടുന്നുണ്ട്, പരിസ്ഥിതി ദിനായാലും മറ്റെല്ലാം ആചരിക്കപ്പെടുന്നുണ്ട്. ഇത് അങ്ങനെ ഒരു ശ്രദ്ധാപൂർവ്വം ഇതുവരെ ആദരിക്കപ്പെട്ടിട്ടില്ലാത്തൊരു സംഭവമാണ്. അപ്പൊ ഞങ്ങള് സ്വാതന്ത്ര്യ ട്രസ്റ്റ് ഫോർ ചാരിറ്റീസ് എന്ന് പറയുന്ന തളിപ്പറമ്പിലത്തെ ഒരു സംഘടന, ഇത് നമ്മൾ ഒരു ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കേണ്ടതാണെന്ന് തോന്നിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ദിനം ആചരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആലോചിച്ചത്, അത് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അവയവദാന ദിന സംഗമം ഓഗസ്റ്റ് 6-ന് രാവിലെ 10 മണിക്ക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ K സരള ഉദ്ഘാടനം ചെയ്യും. എറണാകുളം അമൃത ഹോസ്പിറ്റലിൽ 300-ൽ പരം കരൾമാറ്റ ശസ്ത്രക്രിയകൾ നടത്തിയ സംഘത്തിലെ അസോസിയേറ്റ് പ്രൊഫസറായ ഡോക്ടർ ദിനേശ് ബാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തും. കരൾ രോഗം ബാധിച്ച ഭർത്താവിന് കരൾമാറ്റ ശസ്ത്രക്രിയയിലൂടെ പുനർജന്മം നൽകിയ സഹധർമ്മിണി അവയവമാറ്റ ശസ്ത്രക്രിയയ്ക്ക് ശേഷം 2 കുട്ടികളുടെ അമ്മയായി. കരൾ സ്വീകരിച്ച ശേഷം 2 കുട്ടികളുടെ പിതാവായ അഡ്വക്കേറ്റ് MB രാജേന്ദ്രൻ തുടങ്ങിയവർ അനുഭവം ഈ സംഗമത്തിൽ പങ്കുവയ്ക്കും. വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ PK രഞ്ജീവ്, C ലക്ഷ്മണൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്. പടപ്പേങ്ങാട് സോമേശ്വരി ക്ഷേത്രം രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി പണ്ഡിത ശിരോരത്നം TK കൃഷ്ണൻ നമ്പ്യാരുടെ കാർമ്മികത്വത്തിൽ നടത്തുന്ന രാമായണ പാരായണ യജ്ഞത്തിനും പ്രഭാഷണത്തിനും ആരംഭമായി. നിരവധി പേരാണ് പരിപാടിയിൽ പങ്കെടുക്കാനായി ക്ഷേത്രത്തിലെത്തുന്നത്. പണ്ഡിത ശിരോരത്നം TK കൃഷ്ണൻ നമ്പ്യാരുടെ കാർമ്മികത്വത്തിൽ സംസ്കൃതത്തിലുള്ള രാമായണമാണ് പാരായണം ചെയ്യുന്നത്. 3 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. വ്യാസന്റെ മൂലരാമായണമാണ് പാരായണം ചെയ്യുക. സംസ്കൃത ലിപിയിലുള്ള രാമായണം പാരായണം ചെയ്യുന്നത് അപൂർവമാണ്. ജ്യോത്സ്യൻ തലോറ ദിവാകരനാണ് ഉദ്ഘാടനം ചെയ്തത്. അപ്രമേയാതീതം നിർമ്മലജ്ഞാനമൂർത്തയേ മനോഗതിം വിദൂരായ മനോഗിതാം വിദൂരായ ദക്ഷിണാമൂർത്തയേ നമഃ. ക്ഷേത്രത്തിലെ രാമായണ മാസാചരണ സമാപനം വെള്ളിയാഴ്ച നടക്കും. കളകാഭിഷേകം, അഷ്ടദ്രവ്യ ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ തുടങ്ങിയവയും ഉണ്ടാകും. നിരവധി പേരാണ് രാമായണ പാരായണം കേൾക്കാൻ ദിനവും ക്ഷേത്രത്തിലെത്തുന്നത്. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇരണ്ടാവ് കള്ളുഷാപ്പിന് സമീപം വാഹനാപകടം. സ്വകാര്യ ബസും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികരായ 3 പേർ മരിച്ചു. മരിച്ചത് മടക്കര സ്വദേശികൾ.
സംസ്ഥാനത്ത് കുട്ടിപ്പോലീസ് ഇറങ്ങിയിട്ട് 4 വർഷം. പ്രൌഢഗംഭീരമായ ചടങ്ങിൽ കണ്ണൂരിൽ വാർഷികാഘോഷം. സാമൂഹിക നീതി വകുപ്പ് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുമായി സഹകരിച്ച് വി കെയർ സന്നദ്ധ ഗ്രൂപ്പ് രൂപീകരിക്കുമെന്ന് മന്ത്രി എം കെ മുനീർ. 35ാമത് ദേശീയ ഗെയിംസിലെ ഗുസ്തി ബാസ്കറ്റ്ബോൾ മത്സരങ്ങൾ നടക്കുന്ന മുണ്ടിയാട് ഇൻഡോർ സ്റ്റേഡിയം ഉദ്ഘാടനം സെപ്റ്റംബർ 30-ന്. കണ്ണൂരിലെ മത്സരങ്ങൾ വർണ്ണാഭമാക്കാൻ എല്ലാവരും സഹകരിക്കണമെന്ന് മന്ത്രി കെ പി മോഹനൻ. മുസ്ലിം ലീഗ് ഭരിക്കുന്ന മാടായി പഞ്ചായത്തിനെതിരെ യൂത്ത് ലീഗ് സമരം. പഴയങ്ങാടി ചൈനാക്കളെ പ്രശ്നത്തിൽ പരിഹാരം കാണാത്ത പഞ്ചായത്ത് നിലപാടിൽ പ്രതിഷേധിച്ച് മുസ്ലിം യൂത്ത് ലീഗ് നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച്. ചെറുപുഴക്കടുത്ത് മഞ്ഞക്കാട് തനിച്ച് താമസിക്കുന്ന വീട്ടമ്മയെ കെട്ടിയിട്ട് സ്വർണവും പണവും കവർന്ന സംഭവം. 5-അംഗ സംഘം പിടിയിൽ. കൊളച്ചേരി ഗ്രാമപഞ്ചായത്ത് ഇനി വികലാംഗ സൌഹൃദ പഞ്ചായത്ത്. പഞ്ചായത്ത് ജില്ലയ്ക്ക് മാതൃക. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.